നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ആയില്യം നക്ഷത്രത്തെക്കുറിച്ചാണ്. ആയില്യം നക്ഷത്രക്കാരുടെ ചൈനീസ് അസ്ട്രോളജി പ്രകാരമുള്ള 2026 വർഷത്തെ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഫലങ്ങളെക്കാൾ ഉപരി ആയില്യം നക്ഷത്രക്കാർ എന്തൊക്കെ ശ്രദ്ധിച്ചാൽ ഈ 2026 ശുഭകരമാകുമെന്ന് ചൈനീസ് അസ്ട്രോളജിയിലൂടെ പറയുന്നുണ്ട്. ഈ ചൈനീസ് അസ്ട്രോളജി നോക്കുന്നതും അതിനെ പിന്തുടരുന്നതും വളരെ നല്ല കാര്യമാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ രചിക്കപ്പെട്ടിട്ടുള്ള ജ്യോതിഷ ശാസ്ത്രമാണ് ചൈനീസ് അസ്ട്രോളജി. കൂടാതെ ചൈനീസ് കലണ്ടർ വെച്ച് പല രാജ്യങ്ങളിലും ഇന്നും ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന്മവർഷവും തീയതിയും എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥന ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ആയില്യം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ചൈനീസ് അസ്ട്രോളജിയിൽ പറയുന്നത് ചിന്തകൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കാൻ അവസരമുണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. നിങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ ലഭിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും. അത് നിങ്ങളുടെ ജോലിയിലൊക്കെ ആവാം നിങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഒക്കെ എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അത് നിങ്ങൾ പ്രവർത്തന തലത്തിൽ കൊണ്ടുവരികയും അത് ആവിഷ്കരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. സമചിത്തതയോടുകൂടിയുള്ള നിങ്ങളുടെ ഒരു സമീപനം അത് നിങ്ങളുടെ സർവകാര്യ വിജയത്തിനും വഴിയൊരുക്കുന്നതാണ്. ഒരുപാട് സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കാനുള്ള ഒരു മനസാന്നിധ്യമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വർഷമാണ്. വിശ്വാസയോഗ്യമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളിലൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളൊക്കെ അന്യദേശത്ത് അല്ലെങ്കിൽ വിദേശത്തൊക്കെ ഉദ്ദേശിച്ച വിഷയത്തില് ഉപരിപഠനത്തിന് ചേരും. അതും സ്കോളർഷിപ്പോടുകൂടിയൊക്കെ ചേരാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച സ്ഥാനമാനങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ബിസിനസ് മേഖലയിലൊക്കെ ക്രമാനുഗതമായിട്ടുള്ള ഒരു വളർച്ച നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ദമ്പതികളൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സന്ദർഭം വരുന്നതാണ്. ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്നവരൊക്കെ അടുത്ത് കഴിയുന്നതാണ്. അത് ജോലിപരമായിട്ടും മാനസികപരമായിട്ടും അകന്നു കഴിഞ്ഞിരുന്നവര്, കൂടാതെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആവുവാനായിട്ട് ഈ 2026 ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അറിവുള്ളതിനേക്കാളും ഭംഗിയായിട്ട് ചില കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ നിങ്ങൾക്ക് വളരെ ആശ്ചര്യം അനുഭവപ്പെടുന്നതാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ മുഴുവൻ ആഹ്ലാദ അന്തരീക്ഷമൊക്കെ സംജാതമാകുന്നതാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടുകൂടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ലക്ഷ്യപ്രാപ്തി നേടുന്നതാണ്. പുതിയ വാഹനയോഗമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ചില ബന്ധുക്കളുമൊക്കെ ആയിട്ട് നിങ്ങൾ പിണക്കത്തിലായിരുന്നു, അവരുമൊക്കെ ആയിട്ട് രമ്യതയിലെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സഹപ്രവർത്തകരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതാണ്. പുതിയ തൊഴിലവസരമൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ്. അത് സ്വീകരിച്ച് പ്രവൃത്തിപഥത്തിൽ അത് കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. അന്യദേശത്ത് വസിക്കുന്നവർക്കൊക്കെ തൊഴിൽ മാറ്റമൊക്കെ ഉണ്ടാവുന്നതാണ്. നല്ല തൊഴിലിലേക്കൊക്കെ മാറുന്നതാണ്. അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലൊരു സമയമാണ്. നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിൽ നിങ്ങൾക്ക് ആത്മനിർവൃതിയൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് അർഹമായിട്ട് ഉള്ള പൂർവിക സ്വത്തുക്കളൊക്കെ രേഖാപരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങളിലൊക്കെ സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സുവ്യക്തവും ദൃഢവുമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്നതാണ്. ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിൽ അധികാരികളുടെയൊക്കെ പ്രീതി നിങ്ങൾക്ക് പിടിച്ചുപറ്റാൻ കഴിയുന്നതാണ്. ദീർഘകാല നിക്ഷേപം എന്നുള്ള ഒരു നിലയിലൊക്കെ നിങ്ങൾ ഭൂമിയൊക്കെ വാങ്ങിച്ച് ഇടുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആഹ്ലാദം കണ്ടെത്തുന്നത് സത്കീർത്തിക്കൊക്കെ നിങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. അർഹതപ്പെട്ടവരെ അംഗീകരിക്കുന്നതിൽ നിങ്ങൾ ആത്മസംതൃപ്തനാകുന്നതാണ്. ഏറ്റെടുത്ത ദൗത്യം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ തുല്യരായവർക്കോ അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിന് ഉപകരിക്കുന്നതാണ്. വർഷങ്ങൾക്ക് ശേഷം ചില ആളുകളൊക്കെ ജന്മനാട്ടിലേക്ക് വരികയും അവിടെ ബിസിനസ് ആരംഭിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് വിജയിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ്. നിങ്ങളുടെ പല കാര്യങ്ങളും പരാജയം സംഭവിക്കാത്തത് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ വിജയാനുഭവങ്ങൾക്കുള്ള ഒരു സൂചനയായിട്ട് തന്നെ നിങ്ങൾ കാണേണ്ടതാണ്. അതായത് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളൊക്കെ പരീക്ഷിക്കാൻ പറ്റിയൊരു വർഷമാണ് നിങ്ങൾക്ക് ഈ 2026. ഭവനമൊക്കെ മാറി താമസിക്കാനൊക്കെയുള്ള യോഗം ഉണ്ടാകുന്നുണ്ട്. പുതിയ ഭവനമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം. ഗതാഗത നിയമമൊക്കെ പാലിക്കാത്തതിലെ ചില പിഴകളൊക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്.
ചെറിയ ചെറിയ രോഗപീഠകളൊക്കെ ഈ വർഷം പകുതിയോടുകൂടി നിങ്ങളെ അലട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിത നിലവാരം വളരെയധികം ഉയരുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ അമിതമായിട്ട് പണം ചിലവാക്കുന്ന ഒരു രീതിയും കാണുന്നുണ്ട്. അത് പാടില്ല. നിങ്ങൾ അറിഞ്ഞ് പണം ചിലവാക്കുക. ഒരുപാട് പണം നിങ്ങളിലേക്ക് വരുന്നത് കൊണ്ട് നിങ്ങൾ ധാരാളിത്തം കാണിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ചില വിദ്യാർത്ഥികളൊക്കെ ഉദ്ദേശിച്ച വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് ഉപരിപഠനത്തിനൊക്കെ ചേരുന്നതാണ്. ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ചേരുക, ആരുടെയും നിർബന്ധത്തിന് ചേരരുത് എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഒക്കെ അനുഭവബലം കൂടുന്നതാണ്. നിങ്ങളുടെ ആശയങ്ങളും മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളും സ്വീകരിച്ച് ചെയ്യുന്നത് പ്രതീക്ഷിച്ചാലും നേട്ടം കൂടുതൽ ഉണ്ടാകുന്നതാണ്. കുറ്റവും കുറവുകളും ഒക്കെ പരിഹരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ തയ്യാറാകുന്ന പങ്കാളിയുടെ മനംമാറ്റം നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നതാണ്. ജോലിസ്ഥലത്ത് ചിലപ്പോൾ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഈ 2026 പകുതിക്ക് ശേഷം വന്നേക്കാം. എങ്കിലും ആ ജോലി ഉപേക്ഷിക്കരുത്. വിദേശത്തുള്ളവരും ഈ സമയം ഒന്ന് ശ്രദ്ധിക്കണം. അവധിയിൽ വരുന്ന സാഹചര്യത്തിൽ ഉദ്യോഗം നഷ്ടപ്പെടാൻ ഇടയുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് സാരഥ്യം വഹിക്കാൻ ഇടയുണ്ട്. എങ്കിലും സാമ്പത്തിക ഇടപാടുകളിൽ നിന്നൊക്കെ നിങ്ങൾ പിന്മാറി നിൽക്കുന്നതാണ് നല്ലത്. സമയബന്ധിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് നിങ്ങൾക്ക് പരസഹായവും പ്രതീക്ഷയിലുപരി ഒരു പണച്ചെലവും ഒക്കെ അനുഭവപ്പെടുന്നതാണ്. അതുകൊണ്ട് അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഈ സമയം നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ഒരു ജൂലൈ ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ വരെ അത് ഉണ്ടാവുന്നതാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം നിങ്ങൾക്ക് പ്രവർത്തനം വേണ്ടി വരുന്നതാണ്. മേലധികാരികളുടെയൊക്കെ ആജ്ഞ അനുസരിക്കേണ്ടി വരുന്നതാണ്. അതിനുശേഷം സത്യാവസ്ഥയൊക്കെ ബോധിപ്പിക്കുന്നതിനാൽ മിഥ്യാധാരണയൊക്കെ ഒഴിവാകുന്നതാണ്. ബന്ധപ്പെട്ടവരുടെയൊക്കെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ വ്യക്തമായിട്ടുള്ള വിശദീകരണം നൽകുന്നതാണ്. ചില ആളുകളൊക്കെ ഉദ്യോഗത്തിന് സ്ഥാനക്കയറ്റം ലഭിക്കാത്തതിനാൽ ചില ന്യൂനതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി ഉപരിപഠനത്തിന് ചേരുന്നതാണ്. നിങ്ങളുടെ പ്രായോഗികമായിട്ടുള്ള ചില വിജ്ഞാനങ്ങളൊക്കെ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുന്നതാണ്. പൊതുപ്രവർത്തകരൊക്കെ സെപ്റ്റംബറിന് ശേഷം ശോഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തനത്തിലൊക്കെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ഒന്ന് ശ്രദ്ധിച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നീടുള്ള സമയം വളരെ നല്ലതാണ്. ഈ സമയത്ത് നിങ്ങൾ അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊന്നും അനാവശ്യമായിട്ട് ഇടപെടരുത്. അതൊക്കെ അബദ്ധങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ജീവിത ചെലവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾ ഈ വർഷപകുതിയിൽ സത്യാവസ്ഥ ചിലപ്പോൾ ബോധിപ്പിച്ചാലും മറ്റുള്ളവർക്ക് അത് യാഥാർത്ഥ്യമായിട്ട് തോന്നുകയില്ല. ആ സമയത്ത് നിങ്ങൾ മൗനം പാലിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ വിശ്വസിക്കുന്ന മൂർത്തിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ സമയത്ത് ചെയ്യാനുള്ളത്. ആ സമയത്ത് നിശ്ചയിച്ചുറച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നു ചേരുന്നതാണ്. യുക്തമായ തീരുമാനങ്ങൾക്ക് ജീവിത പങ്കാളിയുടെയോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തിന്റെയോ ഒക്കെ നിർദ്ദേശം സ്വീകരിക്കുന്നത് നല്ലതാണ്. ഒക്ടോബർ നവംബർ മാസത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അതിജീവിക്കുന്നതിനാൽ ആത്മവിശ്വാസം ഉണ്ടാകുന്നതാണ്. നിശ്ചയിച്ചുറച്ച വിവാഹമൊക്കെ നടക്കുന്നതാണ്. ഡിസംബർ മാസത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ രീതിയിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇതിൽ കാണാൻ കഴിയുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് ചൈനീസ് അസ്ട്രോളജി പ്രകാരം വർഷത്തുടക്കം വളരെ നല്ലതാണ്. എന്നിരുന്നാലും വർഷത്തിന്റെ ഇടയിലുള്ള 3 മാസങ്ങൾ നിങ്ങൾക്ക് കുറച്ച് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഈ സമയം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതിയാകുന്നതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വർഷം നിങ്ങൾക്ക് വളരെ മേന്മയേറിയതാണ്. ബാക്കി എല്ലാം കൊണ്ടും നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ്. അപ്പോൾ പ്രാർത്ഥനയോടെ പോവുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.